US സൈനികരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി ഇറാൻ ഹാക്കർമാർ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വെടിനിർത്തലിലൂടെ താൽക്കാലികമായി ശാന്തമായിരിക്കെ US സൈനികർക്ക് നേരെ സൈബർ ആക്രമണവുമായി ഇറാൻ അനുകൂല ഹാക്കർ ഗ്രൂപ്പുകൾ. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന US മറീൻ കോർപ്സ് അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹാക്കർമാർ ഭീഷണി സന്ദേശങ്ങൾ അയച്ചതായി നേവൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹന്താല എന്ന ഹാക്കർ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. നിങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങളുടെ മിസൈൽ യൂണിറ്റുകൾക്ക് കൃത്യമായി അറിയാം. നിങ്ങളുടെ ഓരോ ചലനവും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നായിരുന്നു സൈനികർക്ക് ലഭിച്ച ഒരു സന്ദേശം. ഭീഷണി സന്ദേശങ്ങൾക്കൊപ്പം ഏകദേശം 2379 US സൈനികരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയതായും ഹാക്കർമാർ അവകാശപ്പെട്ടു. എന്നാൽ ഇത്തരം സന്ദേശങ്ങൾ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും നേരിട്ടുള്ള ശാരീരിക ഭീഷണി നിലവിലില്ലെന്നുമാണ് NCIS വ്യക്തമാക്കുന്നത്. പല സൈനികരും ഈ സന്ദേശങ്ങൾക്ക് പരിഹാസരൂപേണ മറുപടി നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ സ്വകാര്യ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തതും ഇതേ ഗ്രൂപ്പാണെന്ന് കരുതപ്പെടുന്നു. സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ഓൺലൈൻ സുരക്ഷ കർശനമാക്കണമെന്നും അപരിചിതമായ സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും നേവി സെക്രട്ടറി കഴിഞ്ഞ മാസം പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. സാങ്കേതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ സൈനികരുടെ ആത്മവീര്യം തകർക്കാനുള്ള മനഃശാസ്ത്രപരമായ യുദ്ധമുറയാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ നിലവിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സൈബർ ഇടങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ്. മാത്രമല്ല, തങ്ങളുടെ തിരിച്ചറിയൽ വിവരങ്ങൾ ടെലഗ്രാമിൽ പങ്കിട്ട ഹാക്കർമാർ ചോർച്ച അവരുടെ നിരീക്ഷണ ശേഷിയുടെ തെളിവായി അവതരിപ്പിച്ചു. ഇറാഖ് ആസ്ഥാനമായുള്ള ഷഫാഖ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US ഉദ്യോഗസ്ഥർക്ക് വാട്സാപ്പിൽ ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. അവർ നിരീക്ഷണത്തിലാണെന്നും അവരെ ലക്ഷ്യം വെച്ചേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കുടുംബ വിവരങ്ങൾ, വീട്ടുവിലാസം, ദൈനംദിന ദിനചര്യകൾ, സൈനിക നീക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള ആഴത്തിലുള്ള ഡേറ്റയിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ടെന്നും സംഘം അവകാശപ്പെട്ടു. കൂടുതൽ വെളിപ്പെടുത്തലുകൾ പിന്നീട് ഉണ്ടായേക്കാമെന്നാണ് സൂചന. പെന്റഗൺ അന്വേഷണം ആരംഭിച്ച് US ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ അവകാശവാദങ്ങളെക്കുറിച്ച് പെന്റഗൺ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാഥമിക സൂചനകൾ പ്രകാരം പുറത്തുവിട്ട പേരുകളിൽ ചിലതെങ്കിലും സൈനിക അംഗങ്ങളുടേതാണ്. മറ്റ് സർവീസ് ബ്രാഞ്ചുകളുടെ അംഗങ്ങളെയും ഹെൻഡാല ലക്ഷ്യമിടുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഇത് ഞങ്ങളുടെ നിരീക്ഷണ ശേഷിയുടെ സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ്, ഗ്രൂപ്പ് അതിന്റെ പോസ്റ്റിൽ എഴുതി. മേഖലയിലെ 10,000-കണക്കിന് അമേരിക്കൻ സൈനികരുടെ പേരുകളും ഐഡന്റിറ്റികളും, അവരുടെ കുടുംബങ്ങൾ, വീട്ടുവിലാസങ്ങൾ, താവളങ്ങൾ, ദൈനംദിന യാത്രകൾ, ഷോപ്പിംഗ് ശീലങ്ങൾ, അവരുടെ രാത്രിയിലെ ഒഴിവു സമയ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അറിവും തങ്ങളുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ സ്വകാര്യ ഇൻബോക്സ് ഹാക്ക് ചെയ്തതായി ഹൻഡാല പരസ്യമായി അവകാശപ്പെട്ടു. ഡയറക്ടറുടെ ഫോട്ടോകളും അദ്ദേഹത്തിന്റെ റെസ്യൂമെയും ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഹാക്ക് ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ പട്ടേലിന്റെ പേരും ഇനി ഉണ്ടാകുമെന്നും ഹാക്കർ ഗ്രൂപ്പായ ഹൻഡാല ഹാക്ക് ടീം അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞു. സൈനിക ഡേറ്റ സുരക്ഷ, അപകട സാധ്യത, സൈബർ യുദ്ധ ഭീഷണികളുടെ വർധനവ് വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇറാൻ സഹായമായി എത്തിയതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ അവകാശപ്പെട്ടതിന് പിന്നാലെയാണിത്. ഇറാൻ തകർച്ചയുടെ അവസ്ഥയിലാണെന്ന് ഞങ്ങൾ അറിയിച്ചു. എത്രയും വേഗം ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ എഴുതി. മറ്റൊരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു, ഇറാൻ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയില്ല. ഒരു ആണവ ഇതര കരാറിൽ എങ്ങനെ ഒപ്പിടണമെന്ന് അവർക്ക് അറിയില്ല. അവർ എത്രയും വേഗം ബുദ്ധിമാന്മാരാകുന്നതാണ് നല്ലതെന്നാണ് ഇത്തരം സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ആശങ്ക പ്രകടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.